പ്രകൃതിരമണീയമായ ഒരു കൊച്ചുഗ്രാമം. അവിടെ ആദു, മനു, ചിന്നു എന്നീ 3 അടുത്ത കൂട്ടുകാരുണ്ടായിരുന്നു. ഒരു ദിവസം അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദുവിന് വിചിത്രമായ തിളങ്ങുന്ന ഒരു മാന്ത്രിക കല്ല് കിട്ടി. അതിലെപ്പോഴും പലതരം അക്ഷരങ്ങളും വർണ്ണങ്ങളും മാറി മാറി വരും. ആ കല്ല് കിട്ടിയതുമുതൽ ആദു കൂട്ടുകാരോടൊപ്പം പുറത്തുപോയി കളിക്കുന്നത് നിർത്തി. അവനെപ്പോഴും ആ കല്ലിലെ വെളിച്ചത്തിൽ മാത്രം നോക്കിയിരിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. മനുവും ചിന്നുവും ആദുവിനെ വിളിക്കാൻ വന്നു. ആദു, വാ, നമുക്ക് പുഴക്കരയിൽ പോയി കളിക്കാം. എന്നാൽ ആദു തന്റെ തിളങ്ങുന്ന കല്ലിൽ നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞു, എനിക്കിപ്പോൾ വരാൻ സമയമില്ല, ഞാൻ ഈ കല്ലിലെ പുതിയ കാഴ്ചകൾ കാണുകയാണ്. അങ്ങനെയിരിക്കെ ഒരു രാത്രി ആകാശത്ത് ആയിരക്കണക്കിന് മിന്നാമിനുങ്ങുകൾ ഒന്നിച്ചു പറന്നുവന്നു. ഇരുണ്ട കാട് ആകെ മനോഹരമായ സ്വർണ്ണ നിറത്തിലായി. മനുവും ചിന്നുവും ആ അത്ഭുത കാഴ്ച കണ്ട് മതിമറന്നാടിയും പാടിയും രസിച്ചു. എന്നാൽ തന്റെ ചെറിയ തിളങ്ങുന്ന കല്ലിൽ മാത്രം നോക്കിയിരുന്ന ആദു പുറത്തെ ആ വലിയ അത്ഭുതം അറിഞ്ഞതേയില്ല. പിറ്റേന്ന് രാവിലെ കൂട്ടുകാർ ആ സ്വർണ്ണ വെളിച്ചത്തെക്കുറിച്ചും മിന്നാമിനുങ്ങുകളെക്കുറിച്ചും പറഞ്ഞപ്പോൾ ആദുവിന് വല്ലാതെ സങ്കടമായി. ഒരു ചെറിയ കല്ലിലെ വെളിച്ചത്തിൽ നോക്കിയിരുന്നതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള എത്ര വലിയ സന്തോഷമാണ് തനിക്ക് നഷ്ടപ്പെട്ടതെന്ന് അവൻ മനസ്സിലാക്കി. അവൻ ആ മാന്ത്രിക കല്ല് ദൂരേക്ക് മാറ്റിവെച്ചു. സന്തോഷത്തോടെ അവൻ വീണ്ടും കൂട്ടുകാരോടൊപ്പം പച്ചപ്പുല്ലുകളിലേക്ക് ഓടിയിറങ്ങി. കൂട്ടുകാരെ, നമ്മുടെ ചുറ്റുമുള്ള യഥാർത്ഥ ലോകം ഫോണുകളുടെയും സ്ക്രീനുകളുടെയും മായാലോകത്തേക്കാൾ എത്രയോ മനോഹരമാണ്. കൂട്ടുകാരോടും പ്രകൃതിയോടുമൊപ്പം കളിച്ചും ചിരിച്ചും ജീവിക്കുക.